ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിക്കുന്ന, മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ എവരുടെയും ചിന്തകളെ ക്ഷണിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങളാണ് കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ആ 2 വാക്യങ്ങൾ ഇവിടെ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? 14-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി എങ്കിൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഇന്നത്തെ ഈ മെസ്സേജിന് ഒരു തലവാചകം കൊടുത്താൽ ആ അവസാനത്തെ ഭാഗമാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നമ്മളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ വിശുദ്ധീകരിപ്പീൻ. ഈ ലേഖനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ റിയാലിറ്റി, അല്ലാതെ നമ്മൾ കേൾക്കുന്ന പ്രസംഗകരാൽ രൂപപ്പെടുത്തിയെടുത്ത, അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങളാൽ രൂപപ്പെടുത്തിയെടുത്ത, നമ്മൾ ഡ്രീം വേൾഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചല്ല ഈ ലേഖനത്തിൽ കാണുന്നത്. റിയാലിറ്റി ഇൻ എ ക്രിസ്ത്യൻസ് ലൈഫ്. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നിഷ്കളങ്കമായി ആരാധിച്ച്, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യത ഉള്ള എന്ന് മാത്രമല്ല, അത് സംഭവിച്ചിട്ടില്ലെങ്കിലാണ് ആശ്ചര്യമെന്നാണ് ഇതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ കാണുന്നത്. ആശ്ചര്യപ്പെടേണ്ടത് അത് സംഭവിച്ചില്ലെങ്കിലാണ്. പക്ഷെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്നെ അതിശയപ്പെടുത്തുന്നൊരു കാര്യം, ഈ പത്രോസിൻ്റെ ലേഖനവുമായി, ഈ പറയുന്ന വാക്യങ്ങളുമായി നമ്മളിൽ എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം സഭ വളർന്നു, ഉപദേശം മാറി പറഞ്ഞു, ജീവിത ശൈലികൾ മാറി പറഞ്ഞു, പ്രസംഗം മാറി പറഞ്ഞു. ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന 2 വാക്യങ്ങൾ, 2-ാം അധ്യായത്തിലെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എന്നുള്ള വാക്യവും, 5-ാം അധ്യായത്തിലെ തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്നുള്ള ഇഷ്ടപ്പെട്ട 2 വാക്യങ്ങളുടെ നടുക്കാണ് ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ, ഒരു ഫോളോവർ ഓഫ് ജീസസ് ആണെങ്കിൽ, ഒരാത്മീകനാണെങ്കിൽ, അങ്ങനെ ഞാൻ പറയട്ടെ. കാരണം ക്രിസ്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ നോമിനൽ ക്രിസ്ത്യൻ ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഒരു ശരിക്കും സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള വചന അടിസ്ഥാനത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ 4:13-14 എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് പോലാണ്. അവിടെ ഒരു വലിയ വൃക്ഷം അതിൻ്റെ ചുറ്റിനും നിപ്പുണ്ട്. അതിനെയാണ് ചിന്തിപ്പാനായി താല്പര്യപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആ സാഹചര്യത്തിൽ 2 തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു ഈ ഫസ്റ്റ് സെഞ്ചുറിയിൽ, സഭയ്ക്കകത്തും വെളിയിലും. ഒന്ന്, കഷ്ടം ഒരു വിധിയാണ്. സഫറിങ് ഈസ് എ ഫെയ്റ്റ്. അത് ഫിലോസഫേഴ്സ് പറഞ്ഞിരുന്നു. സഭയിലുള്ളവരുടെ അകത്തും കഷ്ടം അനുഭവിക്കുന്നവരെ അവർ നോക്കി പറഞ്ഞു, വിധിയ, ഫെയ്റ്റ്. പത്രോസ് അതിനെ മാറ്റി പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. കഷ്ടത എന്നുള്ളത് ഒരു വിധിയല്ല, അതൊരു വിളിയാണ് എന്ന് പത്രോസ് വിപ്ലവകരമായി പറയുകയാണ്. ദാറ്റ് ഈസ് വൈ യു ആർ കോൾഡ്. നിന്നെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. കേൾക്കുന്നവർക്ക് അത് പറഞ്ഞത് ശരിയാണോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, ഡിഡ് ഐ ഹിയർ ഇറ്റ് റൈറ്റ്ലി, ഞാൻ സത്യമായിട്ടാണോ കേട്ടത്, ക്യാൻ ഐ ബിലീവ് മൈ ഇയേഴ്സ്,
കഷ്ടത വിധിയാണെന്ന് പറഞ്ഞ സംസ്കാരത്തിൽ, സഭയിൽ കഷ്ടത വിളിയാണെന്ന് പറഞ്ഞ പത്രോസ്. അത് മാത്രമല്ല, പ്രത്യാശ എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഓൾട്ടർനേറ്റീവ് ആണെന്ന് പഠിപ്പിച്ചൊരു സംസ്കാരത്തിൽ എടുത്തു പറയാം. എന്താന്ന് പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞാൽ അന്നുള്ളവർ ചിലർ ചിന്തിച്ച എന്താണെന്നറിയാം? പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത, വിശ്വാസം ഓർ പ്രത്യാശ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് സാധിക്കുന്ന, എൻ്റെ മനസ്സിൽ ഭാവന കാണുന്ന, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ബൈ ഫെയ്ത്ത് ഐ ക്യാൻ ഗെറ്റ് ഇറ്റ്. പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞാലോ, ആ വഴി തിരഞ്ഞെടുത്തല്ലേ. ഹോപ്പ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ ഫെയ്ത്ത് എന്ന് ചിന്തിച്ച ആൾക്കാരോട് പൗലോസ് പറയുക, നോ. പ്രത്യാശ എന്നുള്ളത് വിശ്വാസത്തെ വിട്ടുള്ളൊരു വൊക്കാബുലറി അല്ല. വിശ്വാസം വരേണ്ടത് പ്രത്യാശയിൽ നിന്നാണ്. ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം, അവൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം, യു ആർ എ ക്രിസ്ത്യൻ, യു ആർ കോൾഡ് ടു സഫർ. മാത്രമല്ല, യു ആർ കോൾഡ് ടു എ ലിവിങ് ഹോപ്പ്. ഞാൻ ഇത്രയും പറഞ്ഞു. എവിടെ അതിൻ്റെയൊക്കെ വാക്യങ്ങൾ, റെഫറൻസുകൾ? 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, 2-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ആശയം പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. വളരെ ലോഡഡ് ആയിട്ടുള്ള നമ്മുടെ രക്ഷയെക്കുറിച്ച് എന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാവരുമേ പ്രത്യേകമായി ആ 2-ാമത്തെ വാക്യം ഒന്ന് നോക്കണമേ. അവിടെ ഇപ്രകാരമാ പറയുന്നത്, ഒരാൾ സഭയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരാള് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ കണ്ടുമുട്ടിയത്, യേശുവുമായി ഒരു ബന്ധത്തിൽ വന്നത് സാന്ദർഭികവശാൽ സംഭവിച്ചതല്ല. അവിടെ പറയുന്നത് പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം, ഫാദർ ഹാസ് ഫോർന്യൂ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇവിടെ വന്നിരിക്കുന്നത് യാദൃശ്ചികമായി അങ്ങനെ ഉണ്ടായി സംഭവിച്ചതല്ല. ഫാദർ, പിതാവാൻ ദൈവം നമ്മെ മുന്നറിഞ്ഞത് കൊണ്ട്, വിളിച്ചത് കൊണ്ട് തീർന്നില്ല. ആ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യന്, ഹൂ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഫാദർ ഹാസ് ചോസൺ. ഹൗ, എങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തി കുടുംബത്തിലാക്കി? ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ്? ആ 2-ാം വാക്യത്തിൽ തന്നെയുണ്ട്, യേശുവിനോട് അനുസരണമുള്ളവരായി തീരുവാൻ. ടു ബി ഒബീഡിയന്റ് ടു ജീസസ്. അതാണ് തുടക്ക വാക്യം പറയുന്നത്. ഇത് ഈ കാണുന്ന ലോകത്തിലെ ലാഭങ്ങൾക്ക് വേണ്ടി അല്ല ഒരാൾ സഭയിൽ വരുന്നത്. കാണുന്ന ലോകത്തിൽ, പാൻഡമിക്കിന്റെ ലോകത്തിൽ ആർക്കും പാൻഡമിക് പിടിക്കുമ്പോൾ എനിക്ക് പിടിക്കാതെ സുഖമായി, എല്ലാവരുടെയും ബിസിനസ് തകരുമ്പോൾ തകരാതെ, അങ്ങനെ ഒരു കോളിംഗ് അല്ല ഇത്. ഇതൊരു സ്പിരിച്വൽ കോളിംഗ് ആണ്. പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ യേശുവിനെ അനുസരിക്കുവാൻ വേണ്ടി തിരുവല്ലയിലും കുമ്പനാടും കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. ഈ ലോകത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യ അവസ്ഥയാണ് യേശുവിനെ കണ്ടുമുട്ടുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായി നമ്മൾ മാറുന്നു. അവന്റെ സ്വന്തം ജനമായി നമ്മൾ മാറുന്നു. മുൻപേ കരുണ ലഭിക്കാത്തവർ, മുമ്പേ അജ്ഞതയിൽ നടന്നവർ, മുമ്പേ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞവർ, മുമ്പേ നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്ന നമ്മളെ ആ പിതാവിന്റെ തെരഞ്ഞെടുപ്പിലൂടെ, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ മുദ്രയിട്ട് യേശുവിന്റെ സഭയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണക്കാക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം, I am a child of God. I am chosen by God. I am redeemed by the blood of Jesus. I am sealed by the Holy Spirit. This is what the privilege I have. എന്നിട്ട് പത്രോസ് പറയുന്ന, പത്രോസ് ഇതൊന്നും മടിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മടിക്കാനൊക്കത്തില്ല. ഇന്ന് പലർക്കും ഓരോന്നും പറയാം. പത്രോസിന് ഈ കറക്റ്റായ കാര്യം മറച്ചു വെച്ച് വേറൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ പ്രതിസന്ധിയുടെ നടുവിൽ, തിരസ്കരണത്തിന്റെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ, നിന്ദയുടെ നടുവിൽ ജീവിക്കുന്നവരോട് പറയുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കാണുന്ന ലോകത്തിലെ എന്തെങ്കിലും നേടാനല്ല, ഒരു ജീവനുള്ള
പ്രത്യാശയ്ക്കായി അവൻ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞ് നിർത്തുകയാണോ? 4-ാമത്തെ വാക്യത്തിൽ പറയുക, ബ്രിസ്റ്റളിലോ ലണ്ടനിലോ ഉള്ള ഒന്നിനു വേണ്ടിയല്ല, സ്വർഗത്തിലുള്ളതും ക്ഷയം, മാലിന്യം, വാട്ടം ഇവ തട്ടാത്തതുമായ ഒരു നിത്യ അവകാശത്തിന് വേണ്ടി അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. This is the true gospel. This is the gospel that we need in 21st century than ever before. ഇതുവരെ നമ്മൾ കേട്ടതിൽ കൂടുതൽ ഇത് കേൾക്കണം. What do we have which others do not have? ഈ ലോകത്തിൽ ഇല്ലാത്തതായി നമ്മുടെ കയ്യിലുള്ളത് എന്താ? വാട്ടം, കോട്ടം, മാലിന്യമില്ലാത്ത ഒരവകാശം. യേശു കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടുന്ന ഒരു ശരീരം കിട്ടും. അതല്ലേ നമുക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്തതായി ഉള്ളത്. എന്നിട്ട് പത്രോസ് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ഈ വിളിയെക്കുറിച്ച്. ഒട്ടും ഷൈവേ ചെയ്യുന്നില്ല. 2:21 നോക്കിയേ, പത്രോസ് എന്താ തുറന്നങ്ങ് പറയുന്നത്. ചാപ്റ്റർ 2 verse 21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ട്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിൽ അന്യനായി, പരദേശിയായി, പാട്ടുകാരൻ പറയുന്ന പോലെ, ലോകത്തിൽ ഞാൻ അന്യൻ, നിന്നിൽ സർവധന്യൻ എന്ന് പാടിക്കൊണ്ട് എല്ലാ ദിവസവും കഷ്ടത്തിന്റെയും നിന്ദയുടെയും നടുവിൽ എനിക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട്, എനിക്കൊരു അവകാശമുണ്ട്. ഞാൻ യേശുവിന്റെ വഴിയെ പൊക്കോണ്ടിരിക്കുന്നു. എന്റെ ഹോപ്പ് എന്നുള്ളത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജനമാണ് പത്രോസിന്റെ സങ്കല്പത്തിൽ ദ റിയൽ പീപ്പിൾ ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്. എന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ കുറിവാക്യം 13ഉം 14ഉം ശ്രദ്ധിക്കേണ്ടത്. കഷ്ടത്തിലൂടെ പോകുന്നവരെ വിളിയെ ഉണർത്തിയിട്ട് 13ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആർ. ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത, ഒരു 9 ഇടങ്ങളിലെങ്കിലും എണ്ണിയാൽ റെഫറൻസ് ചെയ്യാൻ പറയാം, നന്മ ചെയ്യണമെന്നുള്ളത്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മ വേണം. യേശു വെച്ച വഴിയിലൂടെ നടക്കണം. അവകാശത്തെ ഓർത്ത് ഇതാ വിളി. പക്ഷെ ആ വിളിക്കകത്തുള്ള പ്രധാന കാര്യം, വി ഹാവ് ടു ഡു ഗുഡ്. നന്മ ചെയ്യാനാ വിളിച്ചത്. 2-ാമത്തെ അധ്യായം 12ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ചാപ്റ്റർ 2 verse 12. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് താഴ്ചയുള്ള, നശ്വരമായ, പൈശാചിക റൂളുള്ള ഒരു ലോകത്തിൽ പത്രോസ് പറയുകയാണ്, കൂടുതലൊന്നും പറഞ്ഞ് എൻകറേജ് ചെയ്യാനില്ല. ഇറ്റ് ഈസ് യുവർ ഗുഡ് വർക്ക്സ് ദാറ്റ് മാറ്റേഴ്സ്. നല്ല പ്രവർത്തികളാൽ നിങ്ങൾ ഒരു സാക്ഷ്യപ്പെടുത്തൽ ചെയ്യണം. ഒരു അവകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ നിങ്ങൾ, നിങ്ങൾക്ക് പ്രത്യാശയുള്ളവരാ. നല്ല പ്രവർത്തിയാൽ, 2:12 ഒന്നുകൂടെ, നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. ഗുഡ് ഡീഡ്സ്. എന്നിട്ട് 2:15 പിന്നെയും പറയുക, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ. എന്നെ അത് ഒത്തിരി ചിന്തിപ്പിച്ചു. പത്രോസിന്റെ ഭാഷയിൽ, ഒരുവൻ യേശുവിനെ അറിയാതെ, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയെ പത്രോസ് വിളിക്കുന്നത് അജ്ഞതയുടെ കാലമെന്ന് മാത്രമല്ല, ബുദ്ധിയില്ലാത്ത മനുഷ്യരെന്ന്. IAS ആയിരിക്കാം, IPS ആയിരിക്കാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം, ലോകാഭിപ്രായ പ്രകാരം റാങ്ക്സ് കാണും. പത്രോസ് എന്ത് ബോൾഡായിട്ട് പറയുക 2:15, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. ഒരു മിഷനൽ കോളിനെ കുറിച്ച് പറയുക, ഒരു ഇവാഞ്ചലിസ്റ്റിക് കോൾ. എന്നെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ താമസിക്കുന്ന ഇടത്ത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കാം, യൂണിവേഴ്സിറ്റി ആയിരിക്കാം, ഈ ബൈബിൾ പ്രകാരം ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ നടുക്ക്
ബുദ്ധി തുറന്നു കിട്ടിയ ഒരാൾ നടന്നു പോവുകയാണ്. ബുദ്ധി തുറന്നു കിട്ടിയ ഒരാൾ. എന്താ ബുദ്ധി തുറന്നതിന്റെ ലക്ഷണം? യേശുവിനെ തിരിച്ചറിഞ്ഞു, ദൈവവചനം തിരിച്ചറിഞ്ഞു, നന്മ ചെയ്യണം. 2-ാം അധ്യായം 18 പിന്നെയും വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടി. പീപ്പിൾ ഹു ആർ ഹാർഷ്, ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്തവരുടെ ഇടയിലാ ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്കും കൂടി കീഴടങ്ങിയിരിപ്പീൻ ആൻഡ് ഡു ഗുഡ്. 2:20 പിന്നെയും നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ. നന്മ ചെയ്യണം, നന്മ. 3:6 നന്മ. 3-ാമത്തെ അധ്യായം 13 നമ്മൾ ഇപ്പോൾ കുറിവാക്യം നന്മ ചെയ്യൂ. 3:17 നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതം എങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട്. ചോദ്യം ഇതാ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നന്മ എന്താ? ഈ 3:13 നമ്മൾ വായിച്ച വാക്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം യെസ് ആണോ നോ ആണോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ, എല്ലാ ക്രിസ്തു ശിഷ്യന്റെയും കോളായ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായി, ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്, ഈഗർ ടു ഡു ഗുഡ്. ഇംഗ്ലീഷിൽ പറയുന്നത് who is going to harm you? ആരെങ്കിലും നിങ്ങളെ ഹാം ചെയ്യുമോ? നിങ്ങൾ നല്ലതാ ചെയ്യുന്നതെങ്കിൽ. ഒരു ക്രിസ്ത്യാനിയായി, ഒരു ശിഷ്യനായി നല്ലത് ചെയ്യാനാണ് ആഗ്രഹം. പ്രാർത്ഥിക്കുന്നത് നല്ലത് ചെയ്യണം. ആരെങ്കിലും ഹാം ചെയ്യുമോ? കാരണം പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് ഈ ദേശത്തെല്ലാം ഉണ്ടല്ലോ. ആ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി എന്താ? ആ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ചാപ്റ്റർ 2:14 പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടിവാഴുകൾക്കും കീഴടങ്ങുവീൻ. സൽപ്രവർത്തിക്കാർക്ക് മാനം അംഗീകരിച്ചു കൊടുക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടല്ലോ. അതാ 2:14 പറയുന്നത്. ഭരണാധികാരികൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൂ ഈസ് ഗോയിങ് ടു ഹാം യു? എന്നെ, നിങ്ങളെ, നമ്മളെ. Is there anybody to harm us? Because our call is to follow Jesus. Our call is to do good. ആരെങ്കിലും ഹാം ചെയ്യുമോ? നാച്ചുറലായി എൻ്റെ മനസ്സിൽ വന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ. എന്താ മുമ്പുള്ള വാക്യങ്ങളിൽ? ആ മുമ്പിലുള്ള 3-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ അത് എവിടുന്ന് വരുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ സാം. ഒരു സങ്കീർത്തന ഭാഗത്ത് നിന്ന് വരിക. 34-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നും വരികയാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സാം ചാപ്റ്റർ 34 നിന്ന് 34-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെയുള്ള അടർത്തിയുള്ളൊരു വാക്യമാണ്. പത്രോസ് അവിടെ പറയുന്നത്, നമുക്കെല്ലാം സങ്കീർത്തനം ഇഷ്ടമുള്ളവരാണ്. ചിലര് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കീർത്തനം ധ്യാനിച്ച് അതിൽ ആശ്വസിച്ചിരിക്കുന്നവരാണ്. സങ്കീർത്തനത്തെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ദാ ഒരു ഉദാഹരണം, നല്ല ഉദാഹരണം, നല്ല ആ വചനം. സാം 34 എന്താ വാക്യങ്ങൾ പറയുന്നത്? 34ന്റെ 10 മുതൽ, നമ്മുടെ ഈ 3-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെ സങ്കീർത്തനം 34ന്റെ കൊട്ടേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ആ കൊട്ടേഷൻ വെച്ച് നോക്കിയാൽ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആരും ദ്വേഷിക്കത്തില്ല എന്നല്ലേ? നോക്കിയേ 10-ാമത്തെ വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. അതാരാ? എല്ലാ മനുഷ്യരും, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ദൈവഭാഗത്ത് വന്നവർ. നമ്മുടെ അകത്തെ ആഗ്രഹമല്ലേ? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നമ്മൾ ദോഷമൊന്നും ചെയ്യാതെ നാവിനെയൊക്കെ നിയന്ത്രിച്ച്, കാരണം നമുക്ക് എന്തോ വേണം? ശുഭകാലം വേണം, നല്ല ദിവസം വേണം, ഗുഡ് ഡേയ്സ് വേണം. എന്നിട്ട് എന്താ 11-ാമത്തെ വാക്യത്തിൽ, അവൻ ദോഷം വിട്ടകന്ന്
ഗുണം ചെയ്യുകയും. അതല്ലേ നമ്മുടെ വിഷയം. ക്രിസ്ത്യാനിയാണോ, വിശ്വാസിയാണോ, ആത്മീകനാണോ, ഗുണം ചെയ്യണം. ഏത് ഗുണം? യേശു വെച്ചിരിക്കുന്ന പാതയിലുള്ള ഗുണം. അവൻ ഗുണം ചെയ്ത് സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. എന്നിട്ട് അടുത്ത 12-ാമത്തെ വാക്യം കേൾക്കണം. കാരണം 12-ാമത്തെ വാക്യവുമായിട്ട് ബന്ധിപ്പിച്ചല്ലേ 13 പറയുന്നത്, ഹൂ ഈസ് ഗോയിങ് ടു ഹാം യു. 12-ാമത്തെ വാക്യം എന്താ? കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും. ഞാൻ പറയട്ടെ, കർത്താവിന്റെ കണ്ണ് യേശുവിനെ ആരാധിക്കുന്നവരുടെ മേലും വിശ്വാസികളുടെ മേലുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള സങ്കീർത്തനോ കർത്താവിന്റെ പ്രാർത്ഥന ഇപ്പൊ കേൾക്കാൻ പോവുകയാണ്. കാരണം സങ്കീർത്തനം 34 പറയുന്നു, അവന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. അടുത്ത വാക്യമാ, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. കാരണം കർത്താവില്ലേ നിങ്ങളുടെ കൂടെ. ഒരു കാര്യം എടുത്തു പറയട്ടെ, എന്താ ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ? നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പത്രോസിന്റെ ലേഖനത്തിലെ ഹോസ്റ്റൈൽ ഗവൺമെന്റ്, പ്രതികൂലമായ ഗവൺമെന്റ്. റോമാക്കാരും ഈ 5 സ്ഥലങ്ങൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പൊന്തസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ബിഥുന്യയിലും ആസിയയിലും ചെതറിപ്പാർക്കുന്ന ദൈവജനം. അവിടെ കഷ്ടവും പ്രതികൂലവും ഗവൺമെന്റ് അവരെ ഒതുക്കാൻ നിൽക്കുക. ഗവൺമെന്റ്. പക്ഷേ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ചാപ്റ്റർ 2:13. നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മ ആകണമെന്നില്ല ഇത്. നമ്മൾ ഉദ്ദേശിക്കുന്ന, എൻ്റെ ദൃഷ്ടിയിലുള്ള നന്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൽ വരുന്നവർക്ക് സഹായം കൊടുക്കുക. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിന്റെ സമയത്ത് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കുക. അല്ലെങ്കിൽ വല്ല പ്രളയം വരുന്ന സമയത്തോ, ബ്രദറെ ലുക്ക് അറൗണ്ട് കേട്ടോ, wherever there is need, please help them. പക്ഷെ ആ ഗുഡ് അല്ല ഇവിടെ. ഇവിടുത്തെ ഗുഡ് എന്താണെന്നറിയോ? 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ. ഇത് പറയുമ്പോൾ പത്രോസിന്റെ ഓഡിയൻസ് പറയുക, റിയലി ഞങ്ങളെ ഹോണ്ട് ചെയ്ത് നിൽക്കുന്ന ഗവൺമെന്റ്. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്ന കണ്ടാൽ വടിയെടുക്കും. ഞങ്ങൾ ഒരുമിച്ച് ബൈബിള് പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടാൽ ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഗവൺമെന്റിനെ പത്രോസ് പറയുകയാണ്, സകല മനുഷ്യ നിയമത്തിനും കർത്താവ് നിമിത്തം കീഴടങ്ങുവീൻ. ദാറ്റ് ഈസ് ഗുഡ്. കീഴടങ്ങുവീൻ. എന്നിട്ട് തീർന്നില്ല. 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഞാൻ മുമ്പേ കാണിച്ച പോലെ, വേലക്കാരെ, സ്ലേവ്സ്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ മാർഗത്തിൽ വന്ന അനേകർ സ്ലേവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ട്. അവരോട് പറയാ, നിങ്ങളും നന്മ ചെയ്യണം. എന്താ നന്മയെന്നറിയാം? നല്ല ആൾക്കാർക്ക് മാത്രമല്ല, നല്ലവർക്ക് മാത്രമല്ല. 2:18 നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ വേറൊരു വാക്യത്തിൽ പറയാം, അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു അടുത്തൊരു ആത്മീകന് മാത്രമല്ല കീഴ്പ്പെടേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രമല്ല കീഴ്പ്പെടേണ്ടത്, മൂർഖന്മാർക്കും കൂടെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്തവർക്ക് കീഴ്പ്പെടണം. അതാ നിങ്ങളുടെ നന്മ. അതാ ക്രിസ്തുവിന്റെ മാതൃക. അതിനായിട്ടാണ് നിങ്ങളെ വിളിച്ചത്, മറ്റുള്ളവരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി. ആ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് ആഹ്ലാദം ഉണ്ടാകാൻ വേണ്ടി ഈ മനുഷ്യർക്ക്, ഹാർഷ് മനുഷ്യർക്ക് കീഴ്പ്പെടണം. സ്ലേവ്സേ, നിങ്ങളുടെ ആത്മീയത അതാണ്. എന്നിട്ട് തീർന്നില്ല. അതിൻ്റെ 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമൊക്കെ 3-ാമത്തെ അധ്യായം 1 മുതൽ പറയുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ 2nd വേഴ്സ് മാത്രം ഞാൻ വായിക്കാം. ഇവിടെ മൂർഖന്മാർ എന്ന് പറയുന്ന 2:18 ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് പ്രോബബ്ലി അൺബിലീവേഴ്സിനെ സൂചിപ്പിക്കുന്ന അതിന് സമമായിട്ടുള്ളതാണ് 3:2. അവിടെ പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്ലേവ് മാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാമത്തെ അധ്യായത്തിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവീൻ. അത് കേൾക്കുമ്പം പത്രോസിന്റെ സഭയിലുള്ള എല്ലാവരും പറയും, ഓക്കെ, വി ആർ ഡൂയിങ് ദാറ്റ്, വി വിൽ ഡു ദാറ്റ്, വി വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. പക്ഷേ ആ 2nd പാർട്ട് ശ്രദ്ധിച്ചോ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2:18, മൂർഖന്മാരാണെങ്കിൽ അത് ആ ഗവൺമെന്റ്, ഹോസ്റ്റൈൽ ഗവൺമെന്റ് പോലാണ് നിന്റെ ഭർത്താവെങ്കിൽ യു ഡു ഗുഡ്. എന്താ ഗുഡ് എന്ന് പറയുന്നത്? 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, അവർ അൺബിലീവേഴ്സ് ആണെങ്കിൽ ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, ദിസ് ഈസ് വാട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ഗുഡ്.
അതുമല്ല, 3-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് താഴോട്ടുള്ള വാക്യത്തിൽ അതിന്റെ ചാപ്റ്റർ 3:9, 3:9 ഞാനൊന്ന് വായിക്കട്ടെ. എന്താ നന്മയെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഏവരുമേ, വാട്ട് ഈസ് ഗുഡ്? 3:9, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഇതാ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നതല്ല. നല്ല മോനാ കേട്ടോ, അവൻ അരുതാത്ത ഒരു വാക്കും അത് മാത്രമല്ല, നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ശകാരത്തിന് പകരം ശകാരം കൊടുക്കാതെ, മൂർഖന്മാർ ഹോസ്റ്റലിറ്റിയിൽ നിൽക്കുന്നവരോട് താഴ്മയോട് വിനയത്തോട് അവരെ നേടേണ്ടതിന്, അവരെ ലജ്ജിപ്പിക്കേണ്ടതിന്. അപ്പോ 3:13 കുറച്ചുകൂടെ ക്ലിയർ ആയല്ലോ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ, ഇത്രയും നന്മ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, ഗവൺമെന്റിനോടും സ്ലേവ്സ് ആയിട്ടുള്ളവരെ, ഭാര്യമാരെ, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഈഗർനെസ് അതാണെങ്കിൽ, എൻ്റെ നാമനിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടരുതേ, ബ്രിസ്റ്റളിൽ ദുഷിക്കപ്പെടരുത്, കടപ്രയിൽ ദുഷിക്കപ്പെടരുത്, എനിക്ക് ശകാരത്തിന് പകരം ശകാരം കൊടുക്കണ്ട, എനിക്ക് കേഴ്സിന് പകരം കേഴ്സ് കൊടുക്കണ്ട. ഐ വാണ്ട് ടു ബ്ലെസ് എവരിവൺ, ഐ വാണ്ട് ടു ബി എ സബ്മിസീവ് വൈഫ്. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ? ഒരു ഗവൺമെന്റും ഉണ്ട്, കർത്താവും ഉണ്ട്. പക്ഷെ ഇന്നത്തെ പലർക്കും അറിയാത്തൊരു വാക്യമല്ലേ 14-ാം വാക്യം. നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ? 14, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും. ദോഷം ചെയ്യുന്നവരാരെന്ന് പറഞ്ഞിട്ട് പറയുക. അതിൻ്റെ ഉത്തരം നോ അല്ല, അതൊരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ 13 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവരെ ചിന്തിപ്പിക്കാൻ. നിങ്ങൾ ഓർക്കുന്ന എന്താ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മനിറവ് പ്രാപിച്ചു, നല്ല വിശ്വാസിയായിട്ട് ജീവിക്കുക. എനിക്ക് എല്ലാവർക്കും നന്മ ചെയ്യണം. യോ കർത്താവേ, ദശാംശവും മാറ്റിവെച്ച് അതിൽ കൂടുതലും കൊടുക്കണം. എനിക്കൊരു ഭക്തനായി ജീവിക്കണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സങ്കീർത്തനം 34 പ്രകാരം നിങ്ങളെ ആർക്കും തൊടാൻ കഴിയത്തില്ല. ഒരു നല്ല കാലം, ശുഭമായിട്ടുള്ള അനുഭവം, അതാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. Who will harm you? എന്നിട്ടൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്. ക്രിസ്ത്യൻ ലൈഫിന്റെ എസൻസ് ആണ് 14-ാം വാക്യം. നിങ്ങളെ ആരെങ്കിലും ഹാം ചെയ്യുമോ? എന്നെ, നിങ്ങളെ. നീതിയാണ് നമുക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹം. വിനയത്തോടെ നടക്കണം. നമ്മൾ ഉപദ്രവിക്കപ്പെടുമോ? നമ്മൾ ദ്വേഷിക്കപ്പെടുമോ? നമ്മളെ പരിഹസിക്കുമോ? ഉത്തരം എന്താ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് അനുകൂലം പറയാൻ ഉണ്ടാ, പക്ഷെ അവരത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്തവർക്കും കീഴ്പ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ ഉപദ്രവിക്കപ്പെടുക. ആ സമയത്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഭാഗ്യവാന്മാർ. എത്ര പേര് ഓർത്തു മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ? മത്തായിയുടെ സുവിശേഷം 5 ഗിരിപ്രഭാഷണത്തെ ഉദ്ധരിച്ചുള്ള, ഒരുപക്ഷെ പത്രോസ് നേരിട്ട് യേശുവിൽ നിന്ന് കേട്ട വാക്കുകളായിരിക്കത്തില്ലേ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അതല്ലേ ഇവിടെ? നീതി ചെയ്തിട്ടും നന്മ ചെയ്തിട്ടും ഒരു കുറവുമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടവനെന്നുള്ള വലിയ പദവിയുണ്ട്. എന്നെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞ വസ്തുക്കളൊന്നുമല്ല, ഞാൻ വിശുദ്ധ ജനമാ. ഇതെല്ലാം ഉണ്ട്, പക്ഷെ കിട്ടുന്നത് ഉപദ്രവം. എന്നെ കേൾക്കുന്നവരിൽ നിങ്ങളിൽ ചിലര് അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നവരായിരിക്കാം. ഒരു വലിയ നീണ്ട ലിസ്റ്റാ ഉള്ളത്. ഭയങ്കര ഹൈലി പ്രിവിലേജ്ഡ് സ്റ്റേറ്റസ്. വി ആർ ചോസൺ ബൈ ഗോഡ്. പക്ഷേ നന്മ ചെയ്യാനാണ് ആഗ്രഹം. പക്ഷെ വന്ന് കൂടുന്നത് മൊത്തം ഒരബദ്ധം, അടുത്തടി, അടുത്ത കഷ്ടം, ഇങ്ങനെ നിൽക്കുക. ഡു നോട്ട് ബി സർപ്രൈസ്ഡ്. പക്ഷെ ആ 14-ലെ 2-ാം ഭാഗം ശ്രദ്ധിക്കുക. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. ഇതെവിടുന്ന് വരുന്ന വാക്യമാണ്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് വരുന്ന കൊട്ടേഷനാണിത്. പത്രോസ് ഇങ്ങനെ പഴയ നിയമത്തിൽ കിടന്ന് കറങ്ങി വാക്യങ്ങൾ കൊണ്ടുവരിക. സങ്കീർത്തനം 34 അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ പറയുക,
അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. ആരുടെ നന്മ ചെയ്യാൻ തയ്യാറായില്ലേ? അയൽവക്കക്കാരോട് നന്മ ചെയ്യണം. ഭാര്യ ഭർത്താവിന്, എനിക്ക് നന്മ ചെയ്ത് നേടണം. ജോലി സ്ഥലത്ത് ഡിഫിക്കൽട്ട് ബോസ് ഇരിക്കുക, ബിക്കോസ് യു ആർ എ ക്രിസ്ത്യൻ. ഹി വിൽ നോട്ട് പ്രൊമോട്ട് യു. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് ഒന്നും തരുന്നില്ല. അപ്പോഴും എനിക്ക് എങ്ങനെയാലും നേടണം, ഈ വ്യക്തിയെ നേടണം. സബ്മിസീവായിട്ട് നിൽക്കുക. പത്രോസ് പറയുക, യെശയ്യാ പ്രവാചകന്റെ കൊട്ടേഷനിൽ പറയുക, അവരുടെ ഭീഷണത്തിങ്കൽ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം കാണണമെങ്കിൽ 3:6 വായിക്കണം. അവരുടെ ത്രെറ്റിനെ ഫിയർ ചെയ്യരുത്. ഏത് ത്രെറ്റാ? 3:6 ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഭാര്യമാരോട് പറയുമ്പോൾ, നിങ്ങളുടെ ഭർത്താവിനെ നേടണമെങ്കിൽ എക്സ്റ്റേണൽ എന്തെങ്കിലും വേഷഭൂഷാദികൾ കൊണ്ട് നേടാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് 3-ാം അധ്യായം 4 മുതൽ പറയുക, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ നിഗൂഢ മനുഷ്യനെ അങ്ങനെ നന്മ ചെയ്യണം. ഹൃദയത്തിന്റെ ആ രൂപാന്തരത്തിലൂടെ നേടണം. എന്നിട്ട് 6-ാം വാക്യം പറയുക, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ചനുസരിച്ചിരുന്നു, നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ. 3:6 പറയുന്നു, നന്മ ചെയ്യുന്നവർ ഭീഷണി പേടിക്കരുത്. 3:14 പറയുക, നന്മ ചെയ്തിട്ട് അടി ഇങ്ങോട്ട് കിട്ടുമ്പം കുലുങ്ങരുത്, ഭീഷണിപ്പെടരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യങ്സ്റ്റേഴ്സും എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. This is a call to be different from our culture around us. പത്രോസ് ഇവിടെ പറയുന്നത്, you dare to be different. വ്യത്യസ്തനാകുവാൻ വേണ്ടി ആരുടെയും ഭയക്കുന്ന ത്രെറ്റുകൾ നീ ഭയപ്പെടണ്ട. യു ബി ഡിഫറെന്റ്. യു ഡിഫറെന്റ് ആയാൽ അടി കിട്ടും. അതാ 14. നീ കഷ്ടം അനുഭവിക്കേണ്ടി വരും നന്മ ചെയ്തിട്ട്. ഇന്ന് നമ്മൾ വന്നെത്തിരിക്കുന്ന ആത്മീകതയിൽ പോലും ഒരാത്മീകന്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ കഷ്ടം ഇല്ലാത്തതാ. നല്ല സമൃദ്ധിയോടെ സന്തോഷത്തോടെ മേൽക്കുമേൽ അടിവെച്ച് മേളിലോട്ട് കയറുന്നതാണ് ആത്മീകന്റെ ലക്ഷണം. ഇവിടെ പത്രോസ് പറയുക, ആത്മീകൻ, നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവൻ, ലോകത്തിന്റെ പൊല്യൂഷൻ ഒന്നും തൊടാതെ നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അവർക്ക് വല്ലവരും തിന്മ ചെയ്യുമോ? ഉത്തരം ചെയ്യും. എന്നിട്ട് ആ ചെയ്യുന്ന സമയത്ത് ഫിയർ നോട്ട്, ഡു നോട്ട് ഫിയർ ദെയർ ത്രെറ്റ്സ്. അവരുടെ പേടിപ്പിക്കലുകൾ ഒന്നും ചെയ്യണ്ട. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളൊരു ഡിഫറെന്റ് വ്യക്തിയായി ജീവിക്കാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. വി ജസ്റ്റ് നീഡ് ടു ഫിയർ വൺ പേഴ്സൺ ഇൻ ദിസ് ഹോൾ വേൾഡ്. അതാരാന്നറിയാമോ? 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. യു ഓൺലി നീഡ് ടു ഫിയർ വൺ പേഴ്സൺ, ദാറ്റ് ഈസ് ഗോഡ് ഓൺലി. 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും പറയുന്നു, ഒരാൾക്ക് മാത്രം കീഴ്പ്പെട്ടിരുന്നാൽ മതി. യു ഓൺലി നീഡ് ടു ഫിയർ വൺ പേഴ്സൺ. സ്ലേവ്സ് ഇൻ റെവറന്റ് ഫിയർ ഓഫ് ഗോഡ്. ഇൻ ദ ഫിയർ ഓഫ് ഗോഡ് ബി സബ്മിസീവ്. എന്നെ കേൾക്കുന്ന കുടുംബാംഗങ്ങളെ, വുഡ് യു ടേക്ക് ഇറ്റ് ടു യുവർ ഹാർട്ട് ടുഡേ? ഈ 2021 അവസാന മാസത്തിൽ I am only concerned about God's opinion about me. ദൈവത്തിന്റെ ഒപ്പീനിയൻ മാത്രമേ ഞാൻ കെയർ ചെയ്യുന്നുള്ളൂ. I am daring to be different. എൻ്റെ സംസ്കാരത്തിൽ, എൻ്റെ ലോകത്തിൽ ആത്മീകർ പോലും ഞാനൊരു പരാജയമാണെന്ന് വിധിച്ചാലും, ആത്മീയനാണെങ്കിൽ പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചേ, ആത്മീയനാണെങ്കിൽ പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചേ, അതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റ് ചെവിയിലൂടെ വിട്ട് 14-ാം വാക്യത്തിൽ കാണുന്നത് പോലെ കുലുങ്ങാതെ, അവരുടെ ത്രെറ്റുകൾ ഭയക്കാതെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ഹൃദയത്തിൽ ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ചാൽ മതി. എന്താ ആ വാക്കിന്റെ അർത്ഥം? ത്രെറ്റുകൾ വരുമ്പോ, ത്രെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെ മുമ്പിലെ ആരും വന്ന് കൊങ്ങയ്ക്ക് പിടിച്ചോണ്ടോ, അതൊന്നും ഇപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
യേശുവിനെ അനുസരിക്കുന്ന നിമിത്തം നടന്നു കൂടാ എന്നില്ല. പക്ഷേ പത്രോസിന്റെ കാലത്തെ പോലെ അല്ല ഇന്ന്. ഈ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഈ അലർച്ച പലപ്പോഴും പ്രോസിക്യൂഷന്റെ അലർച്ച ആകണമെന്നില്ല, പരിഹാസത്തിന്റെ ആകാം. അടുത്തുകൂടി ചിലപ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അടുത്തുകൂടി ഇരുന്ന് ഒത്തിരി വിശുദ്ധി എന്നൊക്കെ പറഞ്ഞല്ലേ, എന്നിട്ടിപ്പോൾ എന്തോ ആയി? അതാ അലറുന്ന സിംഹം. അലറുന്ന സിംഹം വിഴുങ്ങാനിരിക്കുക. എന്തോ വിഴുങ്ങാൻ? കമ്മിറ്റ്മെന്റിനെ കളയണം, ആ ശുഷ്കാന്തിയെ കളയണം, വിളിയിൽ നിന്ന് തെറ്റിച്ചു വിടണം. ഈ വചനവും വിശ്വാസവും എല്ലാം തകിടം മറിഞ്ഞ് ശേഷം മനുഷ്യനെ പോലെ അയ്യോ പൊത്തോ പറഞ്ഞിരുന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഷ്ടത ഒരു വിധിയാ എന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറ്റാനാണ് ലോകം നോക്കുന്നത്. അപ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, കഷ്ടത്തിലൂടെ നന്മ ചെയ്തിട്ട് കഷ്ടത്തിലൂടെ പോകുമ്പോൾ അത് വിധിയല്ല, അതൊരു വിളിയാണ്. ഈ ലോകം യേശുവിന് കൊടുത്തത് ക്രൂശാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് കൊടുക്കുന്നതും അതായിരിക്കും. അതല്ലേ 1:17 പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഒരു റൈച്ചസ് ജഡ്ജ് ഉണ്ടെന്ന്. അപ്പൊ 2:23 ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ആരെയാ മാതൃകയാക്കേണ്ടത് ഈ യാത്രയിൽ? 2-ാം അധ്യായം 23-ാമത്തെ വാക്യം, തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും. ഞാൻ പറഞ്ഞല്ലോ, നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കേഴ്സ് ചെയ്തിട്ടും തിരിച്ച് കേഴ്സ് ചെയ്യാതിരിക്കുന്ന. ഫ്രം വേർ ആർ വി ഗെറ്റിംഗ് ദാറ്റ് മോഡൽ? 2:23 ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും, ന്യായമായി വിധിക്കുന്നവനെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അടുത്ത ദിവസങ്ങളിൽ ചെയ്യേണ്ടത് സ്കീമിംഗ് അല്ല, രാത്രി ഉറക്കമില്ലാതെ കർത്താവേ ഒന്ന് തെളിയിക്കണമേ, അങ്ങെൻ്റെ കൂടെ ഉണ്ട്, അതല്ല ചെയ്യേണ്ടത്. എല്ലാം നന്നായി ചെയ്യുന്നവൻ്റെ കരങ്ങളിലോട്ട് ഭരമേൽപ്പിച്ച് നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കട്ടെ. ഏത് തിന്മയുടെ സാഹചര്യം വരുമ്പോൾ, നന്മ ചെയ്തിട്ട് തിന്മ പകരം വരുമ്പോൾ, തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതെ തിന്മ ഇങ്ങോട്ട് കിട്ടുമ്പോഴും നന്മ കൊടുക്കുമ്പോൾ, അനുഗ്രഹം കൊടുക്കുമ്പോൾ, മറ്റുള്ളവരുടെ പരിഹാസത്തിന്റെ നടുവിൽ യേശുവേ അങ്ങന്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കപ്പെടണമേ. എന്താ വാക്കിന്റെ അർത്ഥം? അത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ചിന്ത അവസാനിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നന്മ ചെയ്യുന്നത് ഒരു ഗ്യാരണ്ടി അല്ല പെർസിക്യൂഷൻ ഒഴിഞ്ഞു പോകാൻ. അതാ 13-ാം വാക്യം പറയുന്നത്. എത്ര സങ്കീർത്തനം ക്ലെയിം ചെയ്താലും 14-ാം വാക്യത്തിൽ പറയുക, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരും. എന്നിട്ട് പറയുക, വാസ്തവത്തിൽ ഐസയ ചാപ്റ്റർ 8:7 അവനെ ഭയപ്പെടരുതെന്നാണ് ഉള്ളത്. ആ അവൻ്റെ ഭാഗത്ത് പത്രോസ് പാരഫ്രൈസ് ചെയ്തിട്ട് പറയാം, അവരെ അന്നുണ്ടായിരുന്ന അസീറിയൻ രാജാവിനെ ഭയക്കരുതെന്നുള്ളതാണ്. ഇപ്പൊ അതിനെ വെച്ച് പറയുക, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പരിഹാസം, നിന്നയുടെ വാക്കുകൾ, ദുഷിക്കുന്ന ആളുകൾ, അവരെ ഭയപ്പെടണ്ട. പക്ഷെ എന്തു ചെയ്യണം? അവിടെ ഉണ്ട്, ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉള്ളതിൻ്റെ അടുത്ത വാക്കാണിത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. യെശയ്യാ പ്രവാചകന്റെ അവിടെ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവിനെ വിശുദ്ധീകരിപ്പിൻ എന്ന്. പത്രോസ് അവിടെ ഒരു വാക്കുകൂടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ആ ക്രിസ്തുവിനെ എന്നുള്ളത് കർത്താവിനോട് ചേർത്ത് പറയുന്നത്. പത്രോസ് യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണിത്. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിനെ വിശുദ്ധീകരിക്കുക, യാഹ്വേ റെഫറൻസ് ചെയ്യുന്ന വാക്യമാണ്. പത്രോസിനൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ കൂടെ 3 വർഷം ഇരുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ചത്, അന്ന് എൻ്റെ പടകിൽ വന്നത്, എന്നോട് തിരിഞ്ഞു നിന്ന് പോ സാത്താനെ എന്ന് പറഞ്ഞത്, ഞാൻ ബലഹീനനായി പിലാത്തോസിന്റെ മുമ്പിൽ കണ്ട മനുഷ്യൻ, ഹി ഈസ് ഗോഡ്. ആ ദൈവത്തെ, ആ യേശുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈസ് ദിസ് യുവർ പാഷൻ? എല്ലാ സാഹചര്യത്തിലും തിന്മ ഇങ്ങോട്ട് വന്നു കയറുമ്പം ആ വാക്യത്തിൽ നിന്ന് 3 കാര്യം അതിവേഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേഗത്തിൽ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. ഫസ്റ്റ്, ആ കർത്താവായി എന്നുള്ള പദം, ആ യേശുവിനെ ജസ്റ്റ് ഒരു അത്ഭുതക്കാരനായോ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കേണ്ടത്, ആ വാക്ക് ശ്രദ്ധിച്ചു, കർത്താവായ യേശുവിനെ എന്നുമല്ല, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി,
ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിക്കുവിൻ. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും എന്നെ കർത്തൃത്വം നടത്തുന്ന വ്യക്തി, ഒരു ഹാർഷായിട്ടുള്ള ആളിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, അവൻ്റെ പരിഹാസം ഞാൻ ഏൽക്കുമ്പോൾ, ഐ സ്റ്റിൽ ട്രസ്റ്റ് യുവർ വിസ്ഡം ബിക്കോസ് യു ആർ ലോർഡ്. യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി, കേവലം ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത ഒരു എന്നെ പോലെ, ഹീ ഈസ് ലൈക്ക് മൈ ബഡി, ജീസസ് തിങ്സ് ലൈക്ക് മീ അല്ല, ഹീ ഈസ് ഡിഫറെന്റ് ഫ്രം മീ. ആ ലോർഡ്സ് പ്രയറിന്റെ ആദ്യത്തെ വാക്കുകളല്ലേ ഇത്? ഹല്ലോവഡ് ബി ദൈ നെയിം, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ ഇഷ്ടം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ ധ്വനി പത്രോസ് പറയുക, ഏത് അഡ്വേഴ്സ് സിറ്റുവേഷനിലും അക്നോളജ് ദാറ്റ് ഹി ഈസ് ലോർഡ്. യേശുവിനെ കർത്താവായി കർത്തൃത്വം നടത്തുന്നവനായി നമ്മുടെ ഉള്ളിൽ. രണ്ടാമത് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ആ ഹൃദയത്തിൽ നിന്ന് പദമാണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സൺഡേ വന്ന് ഒരു വർഷിപ്പ് സർവീസിൽ കൂടുന്നതോ ഒരു പാട്ടുകൾ പാടുന്നതോ അത് കേവലം കുറച്ച് എഴുതിയെടുത്തോണ്ട് പോകുന്നതോ മാത്രമല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് എ ഹാർട്ട് റിലീജിയൻ. വെളിയിൽ റിച്വലിസ്റ്റിക് ഒബീഡിയൻസിന്റെ ഒരു റിലീജിയൻ അല്ല. പ്രത്യേകിച്ച് വെൻ ട്രയൽസ് കം, വെൻ ടെസ്റ്റ് കം, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കം, അവിടാണ് യഥാർത്ഥത്തിൽ അറിയുന്നത് ഈ വ്യക്തിയുടെ ആത്മീയത ഹാർട്ടായിരുന്നോ ഹാൻഡ് ആയിരുന്നോ, ലിപ്സ് ആയിരുന്നോ ഹാർട്ട് ആയിരുന്നോ. കഷ്ടത്തിന്റെ നടുവിൽ പത്രോസ് പറയുക, ഹാർട്ടിൽ, ആ ഉള്ളിലോട്ട് ഡീപ്പിലേക്ക് ഇറങ്ങട്ടെ സ്പിരിച്വാലിറ്റി, ഹൃദയത്തിൽ കർത്താവായി. അവിടെ ഞാൻ ചിന്തിക്കുക, നമ്മുടെ എല്ലാം ജീവിതം, ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് എങ്ങനെയാ? യേശുവിനെ കർത്താവെന്ന് എവിടെ വാഗൊണ്ടേറ്റു പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിച്ചു വാഗൊണ്ടേറ്റു. ഇതെന്താ ഇവിടെ പറയുന്നത്? ഹൃദയങ്ങളിലോട്ട്. ലിപ്സ് അല്ല, ലിപ്സ് പോത്തില്ല അധികം. ഇഫ് ഇറ്റ് ഈസ് ഓൺലി ലിപ് സർവീസ്, യേശുവിനെ കർത്താവായി വാഗൊണ്ടേറ്റു പറയുന്നതിൽ മാത്രം നിന്നാൽ, ഇവിടെ പറയുന്നത് കഷ്ടത്തിന്റെ നടുവിൽ ആ അധരങ്ങളിലെ കൺഫെഷനിൽ നിന്നും ഹാർട്ട് ഡിവോഷനായി അത് രൂപാന്തരപ്പെടണം. അതങ്ങോട്ട് ഇറങ്ങണമെന്ന് ആത്മീയത. അങ്ങനെയുള്ള സ്ഥിതിയിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രാർത്ഥനാ വിഷയം തന്നെ എന്താ ഇനി പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഈ വിഷയത്തിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് പൂർണ്ണ ഉറപ്പില്ല. ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പാവിരിച്ചു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്നു, വേർഡ്സ് ഇല്ല പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ വെൻ യു ആർ ഹോണ്ടഡ്, നിങ്ങളുടെ ഭാഗത്താ റൈറ്റ്, നിങ്ങളാണ് എല്ലാം റൈറ്റ് ആയിട്ട് ചെയ്തത്, പക്ഷേ the government is against you, your boss is against you, maybe your own husband is against you. ആ സമയത്ത് പറയുക, ആ റിലീജിയൻ എന്നുള്ളതല്ല, ഒരു ഡീപ്പ് ഡിവോഷനായിട്ട് ഹൃദയത്തിൻ്റെ അകത്ത്. റോമാലേഖനം 8 കാണുന്നത് ഞാൻ ഓർത്തു പോവുക, ആത്മാവ് നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ, അതാ ഈ ഡീപ്പ് ഡിവോഷന്റെ പ്രത്യേകത. ചിലപ്പം പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് വാക്കുകളില്ല, ഹൃദയസ്പന്ദനം, നെടുവീർപ്പുകൾ, അതറിയുന്ന, അത് നല്ലതായി അറിയുന്ന. അല്ല അപ്പൊ സങ്കീർത്തനത്തിലെ വാക്ക് എവിടെ പോയി? സങ്കീർത്തനത്തിൽ കണ്ടത് ആ 12-ാം വാക്യത്തിൽ കർത്താവിന്റെ കണ്ട് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി പ്രാർത്ഥന തുറന്നിരിക്കുന്നു എന്നാണല്ലോ. പക്ഷെ തുറന്നിരുന്നിട്ടും അടി കിട്ടിയോ? തുറന്നിരുന്നിട്ടും അടി കിട്ടുന്നുണ്ട്. പക്ഷെ ആ 10-ാമത്തെ വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും, അത് പോകുന്നില്ല. ശുഭകാലം ഇന്നല്ല, അവന്റെ പ്രത്യക്ഷതയിങ്കൽ. ഈ കഷ്ടത്തിന്റെ നടുവിൽ അവന്റെ ഇയർ തുറന്നിരിക്കുക. അവൻ ജോയെ നോക്കുക, നിങ്ങളെ നോക്കുക. കഷ്ടത്തിലൂടെ പോകുന്ന സമയത്ത് എത്രയും എനിക്ക് എടുക്കാമെന്നുള്ളത് അറിയാം. അവന്റെ ചെവി തുറന്നു തന്നെ ഇരിക്കുകയാണ്, അവന്റെ കണ്ണെന്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. ഒരു ശുഭകാലം വരുമോ, അടുത്ത മാസം വരുമോ ഇല്ലയോ പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാൻ അറിയാം, നിത്യജീവന്റെ ഓഹരിക്കാരന് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടും. ഇതാ പത്രോസ് പറയുന്നേ, അവൻ തക്ക
സമയത്ത് നിങ്ങളെ ഉയർത്താൻ. ആ തക്ക സമയം ഫെബ്രുവരി 14 ആ തക്ക സമയം മാർച്ച് 30 ആ തക്ക സമയം കർത്താവ് താൻ ഗംഭീരനാദത്തോട് വരുന്ന ആ ദിവസം, ആ വരവിന്റെ ദിവസം. ഇന്നത്തെ ഈ വിശുദ്ധ ജീവിതത്തിന് ഒരു റിവാർഡ് ഉണ്ട്. ഇന്നത്തെ ഈ പരിഹാസത്തിന് ഒരു റിവാർഡ് ഉണ്ട്. യേശു പറഞ്ഞതുപോലെ, യു വിൽ ബി സീറ്റഡ് വേർ ഐ ആം സിറ്റിംഗ്, യു വിൽ സിറ്റ് വിത്ത് മീ. മൂന്നാമത് ഞാൻ ആ വാക്യത്തിൽ കാണുന്നു, 1 യേശുവിനെ കർത്താവായി, 2 ഒരു ഡിവോഷനായി മാറണം, ലിപ്പിൽ നിന്നും ഹൃദയത്തിൽ. മൂന്നാമതായി ആ വിശുദ്ധീകരിക്കാന്ന് പറഞ്ഞാൽ എന്താ പദം? പത്രോസിന്റെ ലേഖനത്തിൽ 1:2 നമ്മൾ ഈ പദം കണ്ടതാ, നമ്മളെ വിശുദ്ധീകരിച്ചു എന്ന്, അല്ലേ? 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ, 2-ാം അധ്യായം 1-2 വാക്യത്തിൽ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങൾ ചെയ്യാതെ സെപ്പറേറ്റ് ആയി. 4-ാം അധ്യായത്തിലും ഉണ്ട് സെപ്പറേറ്റ് ആയി. 4:4 സെപ്പറേറ്റ് ജീവിതം ജീവിച്ച ആൾക്കാർ ചോദിക്കും, വൈ ആർ യു സോ ഡിഫറെന്റ്? ഇതെന്താടാ ഇപ്പൊ യേശുവിനെ സെപ്പറേറ്റ് ആക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ, യേശുവിനെ കർത്താവായി എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കണം. എന്നെ ദൈവം വിശുദ്ധീകരിച്ചതിനെ കുറിച്ച് എനിക്കറിയാം. എന്നെ മാറ്റി നിർത്തി, ജോയെ ഈ ലോകത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കി, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ ഒരു ഡിഫറെന്റ് ചോസൺ ആളാക്കി മാറ്റി. ഞാൻ ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഹൃദയത്തിൽ നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും നടുവിൽ യേശുവിനെ സെപ്പറേറ്റായി, acknowledging that you are different from me, your plans are higher than me, you have the best in this situation, acknowledging that he is different from me. അതാ എൻ്റെ അർത്ഥം. യേശുവിനെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾഡിലോട്ട് എനിക്ക് മാനേജ് ചെയ്യത്തക്ക ഒരു സൈസിൽ യേശുവിനെ ആക്കാതെ, യേശുവിൻ്റെ പൂർണ്ണ വലുപ്പവും ജ്ഞാനവും അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ മാറ്റി നിർത്തുക. എൻ്റെ നിരാശയുടെ നടുവിലും, you are God, you are Lord, you reign over my life, you know the best for me. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഡിഫറെൻ്റ് ആക്കി വെക്കുക. യുവർ പ്ലാൻസ് ആർ പെർഫെക്റ്റ്. അയ്യോ, അപ്പൊ ചോദ്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഒന്നിനെ സ്ഥാനമുള്ളൂ. ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിച്ചാൽ ഈ പാരിടത്തിൽ, പരദേശി ജീവിതത്തിൽ, ഈ പ്രവാസ ജീവിതത്തിൽ ദൈവത്തെ ഭയന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിച്ച് നന്മ ചെയ്തിട്ടും തിന്മ പകരം കിട്ടുമ്പോൾ അതിൻ്റെ നടുവിലും മേ യു ടേക്ക് ഗ്ലോറി, മേ യുവർ കിങ്ഡം കം, മേ യുവർ വിൽ ബി ഡൺ ഇൻ മൈ ലൈഫ്. യേശുവിൻ്റെ ജീവിതം അതായിരുന്നെങ്കിൽ, നന്മ ചെയ്തിട്ട് തിരിച്ച് ക്രൂശാ കിട്ടിയതെങ്കിൽ, if we are following Jesus, we cannot expect anything different. If we are following the true gospel, if we are following the Bible Jesus, then chapter 3 verse 14 will come in our lives. Our faith will be tested with trials and temptation. പക്ഷേ ഇവിടെ പറയുന്ന പോലെ, 4:16 പറയുന്ന പോലെ, do not be ashamed if you are suffering as a Christian. ക്രിസ്ത്യാനായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കണ്ട, പരിഹാസത്തിന്റെ നടുവിൽ മുട്ടിടിക്കണ്ട, നാളെ എന്ത് സംഭവിക്കുന്നോർത്ത് നെടുവീർപ്പിടണ്ട. യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി, ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒരു നിമിഷം താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ പറയുന്ന പോലെ, ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിലപ്പ. ഏത് ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിലപ്പ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിലൂടെ എന്നെ നടത്തണമേ. എന്നിട്ട് എന്താ? ഒരു കൺഫെഷനാണ് ആ പാട്ട്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ആ ഹിതത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടി വരും. ആ ഹിതത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ, സഫറിങ് ഈസ് നോട്ട് ഔട്ട്സൈഡ് ഓഫ് ഗോഡ്സ് വിൽ, സഫറിങ് ഈസ് ഇൻ ഗോഡ്സ് വിൽ. അതിൻ്റെ ഒത്ത നടുക്കുണ്ട്. ക്രൂശിതനായ യേശു ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നടുക്ക് നിന്നപ്പോൾ കഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നവർ ഈ പരദേശ ജീവിതത്തിൽ പോകുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത് ഇതാ: ഏത് ഗുണമെന്നറിയുവാൻ എനിക്ക് ജ്ഞാനമില്ല കർത്താവേ. കർത്താവ് എൻ്റെ ഉള്ളിൽ വാഴണമേ, എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കപ്പെടണമേ. ആ എൻ്റെ ഡിസിഷൻ കൊണ്ട്, എൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് ഞാൻ യേശുവിനെ വിശുദ്ധനാക്കുകയല്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ കാണുകയാണ്. ആ ദൈവത്തിൻ്റെ ജ്ഞാനം അക്നോളജ് ചെയ്യുകയാണ്. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളുടെ ഉള്ളിൽ ഈ വചനത്തിന്റെ വിത്തുകൾ ഫലം കായ്പാൻ, പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങളിൽ, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, തിരയും കാറ്റും കോളും അടിക്കുന്ന സാഹചര്യങ്ങളിൽ ആ എക്സിസ്റ്റൻസിനെ പോലും ചോദ്യം ചെയ്യുന്ന, ഈസ് ഗോഡ് വിത്ത് മീ, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഡിലേസ് സംഭവിക്കുമ്പോൾ, ടർമോയിൽ സംഭവിക്കുമ്പോൾ, ടർബുലൻസസ് സംഭവിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രവാസകാലം ഭയത്തോടെ, വേറൊരാളുടെ ത്രെറ്റിനെ ഭയപ്പെടാതെ, യേശുവിനെ മാത്രം ഭയപ്പെട്ട് ദൈവരാജ്യത്തിന്റെ ഒരു ഉത്തമ പൗരനായി ജീവിപ്പാൻ ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണമേ. അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പാൻ ഞങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും അതിനായി തരണമേ. യേശു കർത്താവിൻ നാമത്തിൽ.